ഇത്തിക്കരയാറിന്റെ കൈവഴിയിൽ കണ്ണീരോർമ്മയായി മാറിയ ദേവാനന്ദയുടെ മരണത്തിൽ ദുരൂഹത ഉയർന്നു. നിരവധി ചോദ്യങ്ങൾ ഉയർത്തി കുഞ്ഞിന്റെ മുത്തശ്ശൻ മോഹനൻപിള്ള മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ദേവാനന്ദ് എങ്ങനെ ഇത്തിക്കരയാറ്റിൽ എത്തിയെന്ന ചോദ്യമാണ് പൊതുവെ ഉയരുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി മുത്തശ്ശൻ രംഗത്തെത്തി. കാണാതാകുമ്പോൾ കുഞ്ഞ് അമ്മയുടെ ഷാൾ ധരിച്ചിരുന്നില്ല. ഈ ഷാൾ മൃതദേഹത്തിൽ കണ്ടെത്തിയത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന സംശയം ശക്തമാക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നതായും വീട്ടുകാർ പറഞ്ഞു. അയൽ വീട്ടിൽ പോലും ഒറ്റയ്ക്ക് പോകാതിരിക്കുന്ന പ്രകൃതക്കാരിയാണ് കുഞ്ഞ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയും അല്ല അത്. ആറ്റിൽ വീണു മരിച്ചതാണെങ്കിൽ മൃതദേഹം ഒഴുകിപ്പോകാനും സാധ്യത കുറവാണ്. കാരണം പാറക്കെട്ടുകളും മറ്റുമുള്ള സ്ഥലമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമാണ് മോഹനൻപിള്ള ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ നാട്ടുകാർ ഉന്നയിച്ച ആരോപണത്തിന്റെ ചുവടുപിടിച്ചാണ് മുത്തശ്ശൻ ഇപ്പോൾ പുതിയ ആരോപണം ഉന്നയിച്ചത്. അതേസമയം മുത്തശ്ശന്റെ ആരോപണത്തോട് വീടിന് സമീപത്തുള്ള കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മൃതദേഹം കിട്ടിയ സ്ഥലത്ത് കുട്ടി എങ്ങനെ എത്തി എന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുക. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും കൂടുതൽ അന്വേഷണം. ദേവാനന്ദയുടെ മരണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും ദുരൂഹത ഉന്നയിച്ച സാഹചര്യത്തിൽ കുട്ടി താമസിച്ചിരുന്ന വീടിന് സമീപത്തുള്ള കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനായ ചാത്തന്നൂർ SP-യുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുക. എന്ന് മൊഴികൾ രേഖപ്പെടുത്തുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കുട്ടി എങ്ങനെ ഇത്തിക്കരയാറ്റിലേക്ക് എത്തിയതെന്നാണ് ചോദ്യം. സംശയകരമായ പാടുകളോ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളോ കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയില്ലെന്നാണ് ഇൻക്വസ്റ്റിന്റെ പ്രാഥമിക വിവരം പുറത്തുവന്നെങ്കിലും ജനങ്ങളുടെ സംശയം വിട്ടൊഴിഞ്ഞിട്ടില്ല. മുങ്ങിമരണമെന്ന പോസ്റ്റ്മോർട്ടം പ്രാഥമിക നിഗമനം വന്നെങ്കിലും കുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ ആറ്റുകടവിലെത്തിയെന്നതിന് മറുപടി ലഭിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് 70 മീറ്റർ അകലെയാണ് ആറിലേക്ക് ഇറങ്ങാനുള്ള കൽപ്പടവുകൾ ഉള്ളത്. അമ്മയുടെ അനുവാദമില്ലാതെ അയൽ വീട്ടിലേക്ക് പോലും പോകാത്ത കുഞ്ഞ് ആറിന്റെ കരയിൽ എങ്ങനെ പോയെന്ന സംശയം ബന്ധുക്കളിലും നാട്ടുകാരിലും ബാക്കിയാണ്. പുഴയ്ക്ക് കുറുകെയിട്ട 2 തെങ്ങിൻ തടികൾ മുകളിൽ പ്ലാസ്റ്റിക് ചാക്കിൽ മണൽ നിറച്ചതാണ് മൃതദേഹം കണ്ട സ്ഥലത്തിന് സമീപത്തെ നടപ്പാലം. ഇതിലൂടെ നടക്കുമ്പോൾ കാൽ വഴുതി പുഴയിൽ വീണതാണോ എന്ന സംശയം പോലീസിനുണ്ട്. എന്നാൽ കാണാതായ ദിവസം തന്നെ നടപ്പാലത്തിന് സമീപം മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തിയിട്ടും എന്തുകൊണ്ട് കണ്ടെത്താനായില്ലെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ഇതാണ് നാട്ടുകാരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അത്ര വേഗം പോലീസ് എഴുതി തള്ളില്ല. പ്രദേശത്തെ മൊബൈൽ ടവറുകളും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരാനാണ്.